ഇതെന്തോന്ന് കേശുവേ ഫാൻസി ഡ്രസ്സാ അല്ലടാ ഇതാരും ഓട്ടോ എടാ നീ ഓട്ടോ ഓടാൻ പോണോ കേശു ഡേ എനിക്കത് മനസ്സിലാവള്ള അമ്മായി ടക്കിനെ വണ്ടി കയറി എല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാരും കൂടെ നിൽക്കുമ്പോ പറയാം അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വരൂലേ ഏറമ്മായി ഞാൻ തന്നെ എടുക്കണല്ലേ ഹായ് കേശേട്ടൻ. ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നേ എന്തോന്ന് കോലം ചേട്ടൻ കണ്ണെഴുതിയേക്കുന്ന സ്റ്റൈലാണ് മക്കളെ സ്റ്റൈല്. വിളി സാധാരണ ഈ സമയം കിടന്ന് വിളിക്കണല്ലേ അവര് പോലെ കേറ്റി വിളിയടി ഓട്ടം പോണമാ. എടാ നീ എങ്കിലും പറ ഇത് ആരുടെ ഓട്ടോ വരട്ട്. എന്ത് കോലേത് ഇതാരുടെ ഓട്ടോ കേശു വിചാരിച്ച ഇവിടെ ഓട്ടോ അല്ല ഫ്ലൈറ്റ്. ഇങ്ങനെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങും. ഇറക്ക് ഇറക്ക്. ഇപ്പൊ ഞാൻ വിചാരിക്കണില്ല. അപ്പോഴോ അമ്മ എങ്ങനെയുണ്ടാ? നന്നായിട്ടുണ്ട്. ഡാ ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗമാ. ആരുടെയാന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കാൻ നോക്ക്. അമ്മൂമ്മ ഇത് ആരുടെയോ അല്ല, എന്റെ സ്വന്തം രതീശേട്ടന്റെയാണ്. നമ്മുടെ ഒരു ചേട്ടൻ. പുള്ളിയുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അളിയാ അപ്പൊ ഇനിയുള്ള കാലം നീ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്തായാലും പഠിച്ച ജോലിയൊന്നും കിട്ടാൻ പോണില്ല, അപ്പൊ ഓട്ടോ ഓടിച്ചെങ്കിലും ജീവിക്കട്ടെ. അമ്മായി വേണ്ടേട്ടാ വേണ്ടേ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻസ് ജോബ്. ഇല്ല പിന്നെ സാധാരണക്കാരന്റെ ജോലിയെ അവമാനിക്കില്ലെന്ന്. വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലേ. കേശു ഇപ്പൊ നിലവിൽ പഠിക്കുന്ന സ്റ്റേജിലാണ്, അതുകൊണ്ട് ഇപ്പൊ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും. ഇത് തൽക്കാലത്തിന് 10 ദിവസം നമ്മുടെ കൂടെ കാണും. 10 നാൾ இந்த ഓട്ടോ ഇങ്ങ இருக்குமா? ആമാ ആമാ ആമാ. അയ്യോ സൂപ്പർഡാ. അമ്മൂമ്മ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ രതീശേട്ടന്റെ വണ്ടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി ഒരു 10 ദിവസത്തിന് നാട്ടിൽ പോയി. പുള്ളിയുടെ അച്ഛന് പെട്ടെന്ന് വയ്യാതായി. പാലക്കാടാണ് വീട്.